എല്ലാവർക്കും നമസ്കാരം. ഡോക്ടർ അപർണ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണരേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇനി ഉണർന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഉണർന്ന് എഴുന്നേറ്റ് ശരീരചിന്താം നിർവൃത്തിയ കൃതശൗച വിധിസ്തത എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഉണർന്ന് എഴുന്നേറ്റ് ഒരു മിനിറ്റ് കട്ടിലിരുന്ന് നമ്മുടെ ശരീരത്തെക്കുറിച്ചിട്ടൊന്ന് അവെയർ ആവുക. അപ്പോൾ ഈ ഒരു സമയം ഞാനൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ എല്ലാവർക്കും ഒരു നിമിഷം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഉണർന്ന് എഴുന്നേറ്റ് ഒരു നിമിഷം കട്ടിലിരുന്ന് നമ്മളോടും ഈ പ്രപഞ്ചത്തോടും നമ്മുടെ മാതാപിതാക്കളോടും കൂടപ്പിറപ്പുകളോടും ഒക്കെ ഒരു നന്ദി പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഈ സിസ്റ്റംസൊക്കെ ഇൻവോളണ്ടറി ആയിട്ട് കുറേ സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണോ? അല്ല. അപ്പോൾ അവർ നിരന്തരം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അല്ലേ നമുക്ക് നമ്മുടെ പ്രവൃത്തികളൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനോടൊക്കെ ഒരു നന്ദിയും സ്നേഹവും ഒക്കെ പ്രകടിപ്പിച്ച് ഈശ്വരനെയൊക്കെ ഒരു മിനിറ്റ് ധ്യാനിച്ച് ഇതിന് ശേഷം നമ്മൾ ബെഡിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ആദ്യമേ ചെയ്യേണ്ടത് തന്നെ മലശോധന കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു സെൻസേഷൻ ഉണരുമ്പോൾ തന്നെ നമുക്ക് മലശോധന ചെയ്യാനുള്ള ആ സെൻസേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു നോർമൽ ആരോഗ്യത്തിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഷോർട്സിൽ ഈ മലശോധന ധാരണം ചെയ്യുമ്പോൾ വേഗത്തെ ധാരണം ചെയ്യുമ്പോൾ കൃത്യമായി ആ സെൻസേഷൻ വരാതിരിക്കുമ്പോൾ എന്താണ് എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അപ്പോൾ മലശോധന ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പല്ല് തേക്കുക, ദന്തധാവനത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പം അഥർവവേദത്തിൻ്റെ ഉപവേദമാണ് ആയുർവേദം അല്ലേ. അപ്പോൾ ആ ഒരു വേദ കാലഘട്ടത്തിലുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നും നമുക്ക് പ്രാപ്തമായിട്ടുള്ള അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അന്ന് നമ്മുടെ പൂർവികരും മുതുമുത്തശ്ശിമാരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ മാവിൻ്റെ ഇല കൊണ്ടും തണ്ടുകൊണ്ടും ഒക്കെ പല്ല് തേച്ചിരുന്നത്, അല്ലെങ്കിൽ ഉമിക്കരി കൊണ്ടൊക്കെ തേച്ചിരുന്നത് അല്ലേ. ഇന്ന് മാർക്കറ്റിൽ വ്യാപകമായി കാണപ്പെടുന്ന രീതിയിലുള്ള പേസ്റ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടായിരുന്നു അവർ ബ്രഷ് ചെയ്തിരുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ്, എന്തിൻ്റെയൊക്കെ സ്റ്റിക്കുകളാണ് നമ്മളത് എടുക്കേണ്ട ബ്രഷായിട്ട് യൂസ് ചെയ്യാനുള്ളതൊക്കെ പറയുന്നുണ്ട്. ഏതായാലും ദന്തധാവനം ചെയ്യാൻ നന്നായിട്ട് പല്ല് വൃത്തിയാക്കുക. നമ്മുടെ മോണകളെ ഒന്നും ഇഞ്ചുറി ചെയ്യാതെ കൃത്യമായ രീതിയിൽ വായെല്ലാം വൃത്തിയാക്കി വെക്കുക. ഇതാണ് രണ്ടാമത്തെ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമ്മുടെ ശരീരത്തെ മനസ്സിലാക്കി കൃത്യമായി മലശോധന ചെയ്ത് ദന്തധാവനം ചെയ്യുക. അപ്പോൾ അടുത്തൊരറിവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.